എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 75 എന്ന് ആരംഭിക്കുന്നു. 75-ാമത്തെ അധ്യായത്തില് ദുര്യോധനന്റെ അസൂയ നിമിത്തം സംഭവിച്ച മാനഭംഗം മുതലായിട്ടുള്ള സംഗതി ആണ് പറയുന്നത്. ദുര്യോധനു മാത്രം അസുഖം ഉണ്ടാവാൻ എന്താ കാരണം എന്ന് മഹാരാജാവ് ചോദിച്ചതിന് ശ്രീശുഖ ബ്രഹ്മർഷിത മറുപടി പറയുന്നു. പാണ്ഡവന്മാർക്ക് ഉണ്ടായ ഐശ്വര്യവും പദവിയും അസൂയാലുവായ ദുര്യോധനെ ഏറ്റവും വേദനിപ്പിച്ചു. ദേവന്മാർക്ക് കൂടി മോഹിക്കത്തക്ക പദവിയാണ് പാണ്ഡവന്മാർക്ക് സിദ്ധിച്ചിരിക്കുന്നത്. യജ്ഞത്തിലെ ധനാധ്യക്ഷനായിരുന്ന ദുര്യോധന ഇത് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും കൂടി അകമ്പടി സേവിച്ചുകൊണ്ടുള്ള ധർമ്മപുത്ര മഹാരാജാവിന്റെ അവഭൃത സ്നാനത്തിനുള്ള യാത്രയും മറ്റും ദുഷ്ടബുദ്ധിയായിട്ടുള്ള ആ ദുര്യോധനിലെ അസൂയ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. അത്ഭുതപൂർവമാം വണ്ണം രാജസൂയം കഴിഞ്ഞ് ഇന്ദ്രൻ സുധർമ്മയിൽ എന്ന പോലെ ആ മയൻ നിർമ്മിച്ച അത്ഭുത സഭയില് യുധിഷ്ഠിര മഹാരാജാവ് അനുജന്മാരോടും അർത്ഥാസനയായ പാഞ്ചാലിയോടും കൂടി അങ്ങനെ ശോഭിച്ചു. രത്നസിംഹാസനത്തില് ഭക്തവത്സലനായ ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്നു. ഭഗവത് പത്നിമാര്, കൗരവ സ്ത്രീകള്, മഹർഷിമാര്, രാജാക്കന്മാര്, പൗരപ്രധാനികള് എന്നിവരാൽ സഭ അങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അങ്ങോട്ട് കണ്ടു ദുര്യോധനന് അസൂയ മൂത്തൊന്നും മാത്രമല്ല, വല്ലാത്ത ദുഃഖം തോന്നി. അങ്ങനെ ദുര്യോധനൻ യാത്ര പറയാൻ വേണ്ടിയിട്ട് സഭയിലേക്ക് വന്നു. അങ്ങനെ ഗംഭീരായിട്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടാണ്, സർവാലങ്കാര ഭൂഷിതനായിട്ട് അനിയനോടും കൂടിയിട്ടാണ് സഭയിലേക്ക് വന്നത്. എല്ലാവരും കാണട്ടെ എന്റെ യോഗ്യത എന്ന ഭാവമായിരുന്നു ദുര്യോധനന്. സഭയിൽ കയറിയപ്പോ പാണ്ഡവരോട് അസൂയുള്ള അദ്ദേഹത്തെ മയൻ നിർമ്മിച്ചതാണല്ലോ ആ ജലസ്ഥലഭ്രാന്തി അതങ്ങോട്ട് ബാധിച്ചു. വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നി. അപ്പൊ ആ നല്ല പട്ടക്കാണ് എടുത്തിരിക്കണം, അത് പതുക്കെ നല്ലോണം അങ്ങോട്ട് മേൽപോട്ട് കയറ്റി നടക്കണം. അപ്പൊ എന്താ, അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം കെട്ടി നിർത്തിയ സ്ഥലത്ത് വെള്ളമില്ലാന്ന് തോന്നി. അപ്പൊ വെള്ളത്തിൽ അങ്ങോട്ട് വീഴുകയും ചെയ്തു. വെള്ളത്തിലാണ്ട് വീണ് നനഞ്ഞു. ഇത് കണ്ടിട്ട് എല്ലാവരും കൂട്ടച്ചിരി. അഭിമാനിയായിട്ടുള്ള ആ ദുര്യോധനന്റെ വീഴ്ച കണ്ട് എല്ലാവരും ചിരിച്ചു. ഭഗവാന്റെ അനുമോദനം കൂടി ആയപ്പോ ധർമ്മപുത്രർ അരുതെന്നൊക്കെ പറയുന്നുണ്ട്. പാവം, ആരും ചിരിക്കരുത് കേട്ടോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ജനങ്ങള് ഇതൊന്നും ഭഗവാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നിയന്ത്രണം വിട്ടങ്ങോട്ട് ചിരിച്ചു. ഭീമസേന അതിനെ ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ പാഞ്ചാലിയും മുഖം പൊത്തി ചിരിച്ചു. ഇതങ്ങോട്ട് കണ്ടു ദുര്യോധനൻ. മാനഭംഗം വന്നു. യാത്ര പോലും പറയാതെ ഇതിന് ഞാൻ പകരം വീട്ടും എന്നുള്ള ഭാവത്തോടുകൂടി മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ ഭാരത യുദ്ധത്തിനുള്ള ആ വിപത്ത് ഭാവി കഴിഞ്ഞു എന്നോർത്ത് ഭഗവാൻ ഏറ്റവും സന്തുഷ്ടനായി. ധർമ്മപുത്ര രാജാവിനാണെങ്കിൽ വളരെ വിഷമം ആയി ഇതൊക്കെ കണ്ടപ്പോൾ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ പഞ്ചസപ്തതിതമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ക്ഷമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി പരിതോഷകാമസ്തൗമി സീദാച്യുത മാരുദേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ
വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാജോവാച അജാതശത്രോ തം ദൃഷ്ട്വാ രാജസൂയമഹോദയം സർവേ മുമുദിരേ ബ്രഹ്മൻ നൃദേവായേ സമാഗതാഃ. എല്ലാവരും സന്തോഷിച്ചു, ദുര്യോധനൻ മാത്രം സന്തോഷിച്ചില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോ അതിന്റെ കാരണം ചോദിക്കാൻ വേണ്ടി രാജാവായ പരീക്ഷിത്ത് പൂർവകഥ എടുത്തു പറഞ്ഞ് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. ഹേ ബ്രഹ്മാനന്ദത്തിൽ നിമഗ്നനായിരിക്കുന്ന മഹാത്മൻ, രാജസൂയം നിർവിഘ്നമായി സമാപ്തി വന്നതുകൊണ്ട് യുധിഷ്ഠിരന്റെ ശത്രുക്കൾ മുഴുവനും ഇല്ലാതെയായി. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അജാതശത്രു എന്ന പേര് സിദ്ധിച്ചത്. അങ്ങനെ ഇരിക്കുന്ന ആ യുധിഷ്ഠിരന്റെ ആ രാജസൂയാദി ധർമ്മകർമ്മത്തെയും ഐശ്വര്യ സമൃദ്ധിയെയും കണ്ടപ്പോ അവിടെ സമാഗതരായ ദേവന്മാരും മനുഷ്യരും സകല ജീവജാലവും സന്തോഷിച്ചു എന്നങ്ങ് പറഞ്ഞുല്ലോ. ദുര്യോധനം വർജയിത്വാ രാജാന സർഷയസുരാഹ ഇതി ശ്രുതം നോ ഭഗവൻ തത്ര കാരണം ഉച്യതാം. ദുര്യോധനൻ ഒഴിച്ചുള്ള രാജാക്കന്മാരും ഋഷികളും ദേവന്മാരും സന്തോഷിച്ചു എന്നാണല്ലോ അങ്ങ് അരുളി ചെയ്തത്. ദുര്യോധനൻ സന്തോഷിക്കാതിരിക്കാൻ എന്താ കാരണം? അവിടുന്ന് പറഞ്ഞു തരണം പറഞ്ഞു. അപ്പൊ ദാ ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു. ഋഷിരുവാച പിതാമഹസ്യ തേ യജ്ഞേ രാജസൂയേ മഹാത്മന ബാന്ധവാ പരിചര്യായാം തസ്യാസൻ പ്രേമബന്ധനാഃ. ഹേ രാജൻ, മഹാത്മാവായിരിക്കുന്ന അങ്ങയുടെ പിതാമഹന്റെ രാജസൂയ മഹായാഗ മഹോത്സവത്തില് അദ്ദേഹത്തിനോട് യഥാർത്ഥമായിട്ട് സ്നേഹമുള്ള ബന്ധുക്കളെല്ലാവരും യാഗ നിർവഹണത്തിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പരിശ്രമിക്കാൻ തുടങ്ങി. ഭീമോ മഹാനസാധ്യക്ഷോ ധനാധ്യക്ഷ സുയോധന സഹദേവസ്തു പൂജായാം നകുലോ ദ്രവ്യസാധനെ. ഓരോ കാര്യത്തില് ഏർപ്പെട്ടവരുടെ വിവരം പറയണം. സദ്യവട്ടം വേണ്ട വിധം നടത്തുന്നതിനുള്ള അധികാരം ഭീമസേനൻ ഏറ്റെടുത്തു. ധനം സൂക്ഷിക്കുക, വേണ്ടവർക്ക് വേണ്ട വിധം സമ്മാനിക്കുക എന്നീ അധികാരം ദുര്യോധനൻ സ്വീകരിച്ചു. വന്നവരെയൊക്കെ എതിരേറ്റ് സ്വീകരിച്ചു പൂജിക്കുന്ന കാര്യത്തില് സഹദേവൻ ഏർപ്പെട്ടു. ആവശ്യമുള്ള സാധനങ്ങൾ സംഭരിച്ചു കൊണ്ടുവരുന്ന വിഷയത്തില് നകുലനും പ്രവർത്തിച്ചു. ഗുരു ശുശ്രൂഷണേ ജിഷ്ണു കൃഷ്ണപാദാവനേ ജനേ പരിവേഷണേ ദ്രുപദജ കർണോ ദാനേ മഹാമന. മഹാന്മാരായിട്ടുള്ള സജ്ജനങ്ങൾക്ക് ചന്ദനാനുലേപനാദികൾ കൊടുത്ത് ശുശ്രൂഷിക്കാൻ അർജുനൻ, എല്ലാവരെയും കാല് കഴിയിച്ച് ആനയിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നിയുക്തനായി. ഉത്കൃഷ്ടമായിട്ടുള്ള ആ സൽക്കാരം പാദക്ഷാളനം, എല്ലാവരും കാല് കഴിക്കുക, അത് ചെയ്യാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്വയം അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. പിന്നെ വിളമ്പി കൊടുക്കാൻ പാഞ്ചാലി അതെന്തുകൊണ്ടാ പാഞ്ചാലി ഏർപ്പെടുത്തിയതെന്ന് വെച്ചാൽ പാഞ്ചാലി വിളമ്പുന്ന സാധനങ്ങൾ തീരില്ല. എത്ര വിളമ്പിയാലും ഭക്ഷണം അതേപോലെ തന്നെ ഇരിക്കും, തീരില്ല. അതുകൊണ്ടെന്താ, പദാർത്ഥങ്ങൾ തികഞ്ഞില്ല എന്ന ദോഷം വരില്ല. ദാനശീലത്തിലോ കർണനാണ് ഏറ്റവും കേമൻ, അല്ലെ? അപ്പൊ ഉദാരശീലനായ കർണൻ ആണ് ദാനം ചെയ്യാനായിട്ട് നിയമിതനായത്. കൊടുത്തത് അധികമായി എന്ന് കർണന് തോന്നില്ല. എത്ര കൊടുത്താലും മതിയാവാത്ത ആളാണ് കർണൻ. അതുകൊണ്ടാണ് ദാനം ചെയ്യാൻ കർണനെ തന്നെ നിയമിച്ചത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.